നമ്മൾ ഇതിന്റെ പ്രൂഫാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. S belongs to S ആണെങ്കിൽ എഫ് ഓഫ് എസ് ഈസ് എ യൂണിറ്റ് ഇൻ എസ് ഇൻവേഴ്സ് ആൻഡ് എഫ് ഓഫ് എ ഈക്വൽ ടു 0. ഇതിന്റെ പ്രൂഫാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർട്ടി. അപ്പൊ ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വലന്റ് ആയിട്ടുള്ള ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നമുക്ക് ഉണ്ടാവുന്നതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഒരു ഫസ്റ്റിന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? ഒരു എസ് ബിലോങ്സ് എസ് എടുത്തു. 1/s എന്ന് പറയുന്നത് എസ് ഇൻവേഴ്സ് ഉണ്ടാവും, കാരണം എയിൽ എപ്പോഴും 1 എലമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് എഫ് ഓഫ് എസ് ഈക്വൽ ടു എസ് ബൈ, കാരണം എഫ് ഓഫ് എസ് നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്താണ്. എഫ് എസ് എസ് ബൈ 1 ആൻഡ് എസ് ബൈ 1 ഇൻറ്റു 1/s എന്ന് പറഞ്ഞാൽ എന്താ? 1 ആ. അങ്ങനെയാണെങ്കിൽ എസ് ബൈ 1 ഈസ് അല്ലേ? കാരണം എസ് ബൈ 1 ഒരു യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് വെച്ചിട്ട് എസ് ബൈ 1 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? 1 കിട്ടണം. 1 എലമെന്റ് എന്ന് പറയുന്നത് 1/1 കിട്ടണം. അതുകൊണ്ട് എസ് ബൈ 1 ഒരു യൂണിറ്റാ. എസ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എസ് ആ. അതായത് എഫ് ഓഫ് എസ് എപ്പോഴും ഒരു യൂണിറ്റ് ആയിരിക്കും. ഫസ്റ്റത്തെ പ്രൂവ്ഡാ. ഇതെല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തു. എഫ് ഓഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്നിട്ട് 1 ഈക്വൽ ടു 0 ഉണ്ട്. അതിന്റെ അർത്ഥം ഓരോ ആൻസറിലും എന്താ? എ ഇസ് എന്താ? 0 ആണ്. കാരണം എന്താ? എ ബൈ 1 ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ബൈ 1 ഈക്വൽ ടു 0 ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് എസ് ഇൻറ്റു A1 കോൺഗ്രന്റ് ടു 0 മൈനസ് 0 ഇൻറ്റു 1 ഇൻറ്റു എസ് ഈക്വൽ ടു 0 ഫോർ ദ എസ്. ഇവിടെ എസ് അല്ല കേട്ടോ, ഇത് ഇംപ്ലൈസ് ആണേ. എസ് വിട്ടുവരുള്ളൂ. അതായത് അതാണ് നമുക്ക് കോൺഗ്രൻസിന്റെ ഡെഫിനിഷൻ. അത് വെച്ച് അങ്ങനെ കിട്ടും. രണ്ടാമത്തെ എന്താ? എ ബൈ എസ് എസ് ഉണ്ടെങ്കിൽ എ ബൈ എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഇൻറ്റു 1 ബൈ എസ് ഇൻറ്റു 1 എഴുതാം. അതിന് എങ്ങനെ എഴുതാം? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ 1 ക്യാൻസൽ ആയിട്ട് എ ബൈ എസ് തന്നെ കിട്ടും. എസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് ബൈ 1 ഇൻവേഴ്സ് അല്ലേ? അതായത് എന്താ? എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ്. ഞാൻ പറഞ്ഞു എഫ് ഓഫ് എസ് എഫ് ഓഫ് എസ് ഇൻവേഴ്സ് ഇങ്ങനെയാണ് ഇൻവേഴ്സ്. അതായത് എന്താ? എഫ് ഓഫ് ബേസ്. എഫ് 1 ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എസ് ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. ഹോം ഓഫ് ഇതിന്റെ പ്രോപ്പർട്ടിയും നമ്മുടെ എസ് ഇൻവേഴ്സ് ആയാലെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. കണ്ടീഷൻസ് ഡിറ്റർമൈൻ ദ റിംഗ് എസ് ഇൻവേഴ്സ് അപ് ടു ഐസോമോർഫിസം. ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഹോമോഫിസ് ഉണ്ടെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഡിറ്റർമൈൻ ചെയ്യണ ഒരു എസ് ഇൻവേഴ്സ് ഇല്ലേ? അതായത് എഫിന്റെ ഇമേജസ് വെച്ച് ഡിറ്റർമൈൻ ചെയ്യണ ഒരു എസ് ഇൻവേഴ്സ്, അത് യൂണീക്ക് ആയിരിക്കും. കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൂഫിന്റെ ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ പ്രൂഫിൽ നിന്ന് തന്നെ നമുക്ക്, അതായത് തൊട്ട് മുന്നത്തെ തീരാന്തയിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടാവുന്നതാണ് ഈ കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയാൽ മതി അത്. അടുത്ത് ലോക്കലൈസേഷൻ അറ്റ് പി. അതായത് ഈ പി വരുമ്പോ നമ്മൊരു പ്രത്യേകം പറഞ്ഞായിരുന്നു, എസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്, മൾട്ടിപ്ലിക്കേറ്റീവ് സെറ്റ്. അതിന് നമ്മ ഒരു എക്സാമ്പിൾ, ഇഫ് ആൻഡ് ഓൾ. അതായത് പി ഈസ് ഐഡിയൽ ആണെങ്കിൽ എ മൈനസ് പി ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇഫ് ആൻഡ് ഓൾ ഇഫ് പി ഈസ് പ്രൈം. അപ്പൊ പി ഈസ് പ്രൈം ആവുമ്പോ, അതായത് എ മൈനസ് പി എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് എന്താ? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ അപ്പൊ ഈ എ മൈനസ് പിക്ക് നമ്മൾ വെറും എസ് എന്നല്ല എഴുതുന്നത്. എ മൈനസ് പിനെ നമ്മൾ എഴുതുന്നത് മൈനസ് പി വെച്ചിട്ട് ഈ എ മൈനസ് പി എസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തു? ക്ലോസ് സെറ്റ് ആണെന്നല്ലേ നിർബന്ധമുള്ളൂ. അപ്പൊ നമ്മൾ എസ് ഈക്വൽ ടു എ മൈനസ് പി എന്ന് ചൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എസ് ഇൻവേഴ്സിനെ കുറിച്ച് ആലോചിക്കാമല്ലോ. ഈ എസ് ഇൻവേഴ്സിനെ നമ്മ വെറുതെ എസ് ഇൻവേഴ്സ് എന്നല്ല എഴുതാ. എങ്ങനെ എഴുതും? എ പി എന്ന് പറഞ്ഞ് എഴുതും. ഇതെന്താ? അതായത് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റ് നമ്മൾ ഏതെടുത്തു? എ മൈനസ് പി എടുത്തു. കാരണം അത് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് നമുക്ക് അറിയാം, എ പി പ്രൈം ആണെങ്കിൽ. നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റ് അവിടുത്തെ റിംഗ് ഓഫ് ഫ്രാക്ഷൻ നമ്മൾ പറയുന്നത് എ പി. അതാണ് ലോക്കലൈസേഷൻ അറ്റ് പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. എ പിയുടെ എന്തുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് സെറ്റ് ആയെന്ന് ഉള്ള ഒരു പ്രൂഫ് അറിയെങ്കിൽ പിന്നെ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്ത് പോവാം. അതായത് എ പി ഇസ് എ ലോക്കൽ റിംഗ് ആണെന്ന് കാണിക്കണം. ലോക്കൽ റിംഗ് ആണെന്ന് കാണിക്കാൻ എന്താ? അതിനൊരു യൂണീക്ക് മാക്സിമൽ ഐഡിയൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. നമ്മൾ മാക്സിമൽ ഐഡിയൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുക? എം ഈക്വൽ ടു എ ബൈ എസ് വേറെ എ ബിലോങ്സ് ടു പി ആൻഡ് എസ് ബിലോങ്സ് ടു എസ്. ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്തു.
ഇതാണ് മാക്സിമൽ ഐഡിയയിലാണ് കാണിക്കേണ്ടത്. ഇവിടുത്തെ എ പിയുടെ ബൈസ് വേർ ടു എ ആൻഡ് എസ് ബിലോങ്സ് ടു, ഇതാണ് ശരിക്കും മോഡല്. അവിടുത്തെ എം എന്താ വരിക, എ ബൈ എസ് വേർ എ ബിലോങ്സ് ടു, എൽ എലമെന്റ്സ് തന്നെ ആയിരിക്കണം. അതായത് നമ്മ എങ്ങനെ എടുത്തു, എ ബിലോങ്സ് ടു പി എടുത്തു, എയുടെ ഉള്ളിൽ കിടക്കുന്ന എലമെന്റ് ആണല്ലോ പി. എന്നിട്ട് എസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് മൈനസ് പി എന്ന് എടുത്തു. എസ് എ മൈനസ് പി, സ്മോൾ എ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തു, പി. അതെന്തായിരിക്കും ഒരു മാക്സിമൽ ഐഡിയയിൽ അത് പ്രൂവ് ചെയ്യും. ഫസ്റ്റ് വി ഷോ ഓഫ് എം ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്ലോസ് റെപ്രസെന്റേറ്റീവ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ എ ബൈ എസും ബി ബൈ ടിയും ഈക്വൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, എ ബൈ എസും ബി ബൈ ടിയും ഒരേ ഈക്വലൻ ക്ലാസ്സിൽ എടുക്കണേ. അപ്പൊ എ ബൈ എസ് എമ്മിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഈക്വലൻ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാ എലമെന്റ്സും എവിടെ തന്നെ ഉണ്ടാവണം, എമ്മിൽ ഉണ്ടാവണം. അതായത് എ ബൈ എസ് എമ്മിലുണ്ട്, എങ്ങനെ എ ബൈ എസ് ബി ബൈ ടി ആണെങ്കിൽ ബി ബൈ ടി അവിടെ തന്നെ ഉണ്ടാവണം, എമ്മിൽ ഉണ്ടാവണം. ആ പ്രൂഫാണിത്. അത് നിങ്ങൾ നോക്കിയാൽ നമുക്കത് നോക്കാനില്ല, അത് എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. എം ഒരു ഐഡിയലാണ് ഇവിടെ തുടങ്ങിയുള്ളത്, നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സീറോ ഐഡിയൽ മൾട്ടിപ്ലിക്കേറ്റ് ഐഡന്റിറ്റി വേണം. മൾട്ടിപ്ലിക്കേറ്റ് ഐഡന്റിറ്റി പിയിലുണ്ട്. എമ്മിൽ എലമെന്റ് ആ പിയിൽ എലമെന്റ് ബൈ എസ് എലമെന്റ്, അപ്പൊ 0/1 എവിടെ ഉണ്ടാവും, അത് അഡിറ്റീവ് ഐഡന്റിറ്റി എമ്മിൽ ഉണ്ടാവും. മീൻസ് സോറി, നമുക്ക് എം എന്താന്ന് കിട്ടും, നോൺ എം ടി ആന്ന് കിട്ടും. അതായത് 0/1 ഉണ്ട്, അഡിറ്റീവ് എലമെന്റ് ഉണ്ട്, നോൺ എം ടി ആന്ന് കിട്ടും. അത് രണ്ട് എലമെന്റ് എടുക്കുക, എ ബൈ എസും ബി ബൈ ടി എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവണം, എ ബൈ എസ് പ്ലസ് ബി ബൈ ടി ഇതിലുണ്ടാവണം, എമ്മിലുണ്ടാവണം. എ ബൈ എസ് പ്ലസ് ബി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ, എ ടി പ്ലസ് ബി എസ് ഓൾ ബൈ എസ് ടി. എ ടി പ്ലസ് ബി എസ് എവിടെ ഉണ്ടാവും, അതായത് എ എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും, ബി എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. അതുകൊണ്ട് എ ടി പ്ലസ് ബി എസ്, എ ടി എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. ബി എസ് എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. അതുകൊണ്ട് എ ടി പ്ലസ് ബി എസ് എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. അതുകൊണ്ട് എ ടി പ്ലസ് ബി എസ് ബൈ എസ് ഡി എവിടെ ഉണ്ടാവും, എമ്മിലുണ്ടാവും. നമുക്ക് എം ഇസ് ക്ലോസ് സെന്റർ അഡീഷൻ എന്ന് കിട്ടും. അപ്പൊ എം അഡിറ്റീവ് ഗ്രൂപ്പാന്ന് കണ്ടുപിടിച്ചു. ഐഡിയലാന്ന് കാണിക്കണം, നമ്മൾ അഡിറ്റീവ് ഗ്രൂപ്പാന്ന് കാണിക്കണം. പിന്നെ ഐഡിയലിന്റെ പ്രോപ്പർട്ടി ഏതാ, റിംഗിലൊരു എലമെന്റ് ഇൻറ്റു ഐഡിയലിൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവണം, ഐഡിയലിൽ ഉണ്ടാവണം. അതും കൂടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കും. അതാണ് എ ഡാഷ് ബൈ എസ് എന്നെ അവിടെ എടുത്തു, നമ്മുടെ റിംഗിൽ എലമെന്റ് എടുത്തു. എ ബൈ എസ് എന്ന് പറഞ്ഞാൽ അവിടെ എടുത്തു, എമ്മിൽ എലമെന്റ് എടുത്തു. ഇനി അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ ഉണ്ടാവണം, എമ്മിൽ ഉണ്ടാവണം എന്ന് കാണിക്കും. അതായത് എ ഡാഷ് ബൈ ഡാഷ് ഇൻറ്റു എ ബൈ എസ്, അത് എവിടെ ഉണ്ടാവും, എമ്മിലുണ്ടാവും. കാരണം എ ഡാഷ് എവിടെ ഉണ്ട്, എ ഡാഷ് എയിലാണ്. അതായത് എ ഡാഷ് റിംഗിലെ എലമെന്റും എ എന്ന് പറയുന്നത് പിയിലെ എലമെന്റും. പി പ്രൈം ഐഡിയലാണ്. ഐഡിയലായി തന്നെ എന്താ, എ ഡാഷിന്റെ എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. അതുകൊണ്ട് എ ഡാഷ് എസ് ഡാഷ് എസ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവും, എമ്മിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, റിംഗ് എലമെന്റ് ഇൻറ്റു എമ്മിലെ ഒരു എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്തത് എമ്മിലുണ്ട്. അതുകൊണ്ട് എം ഐഡിയലാണ്. ഇനി എം എന്താന്ന് കാണിക്കണം, ഒരു മാക്സിമം അല്ലെങ്കിൽ യൂണീക്ക് മാക്സിമൽ ഐഡിയയിലാന്ന് കാണിക്കണം. യൂണീക്ക് മാക്സിമൽ ഐഡിയയിലാണ് നമ്മൾ സാധാരണ കാണിക്കുന്നത് എങ്ങനെയാ, എമ്മിലെ എലമെന്റ്സ് മൊത്തം എങ്ങനത്തെ കളക്ഷനാണ് കാണിക്കണം. അതായത് എസ് ഇൻവേഴ്സിലെ എല്ലാ നോൺ യൂണിറ്റ്സുകളും എവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി, എമ്മിലുണ്ടെന്ന് കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എം എന്തായിക്കോളും, ഒരു യൂണീക്ക് മാക്സിമൽ ഐഡിയയിലേക്കോളും. അപ്പോൾ നമ്മൾ എന്തെടുത്തു, എ ബൈ എസ് യൂണിറ്റിന് എ പി എടുത്തു. എ പി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എസ് ഇൻവേഴ്സ് അതിനാണ് നമ്മൾ എ പി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. അപ്പൊ എ ബൈ എസ് ഒരു യൂണിറ്റ് ആണെങ്കിൽ അത് എവിടെ ഉണ്ടാവരുത്, എമ്മിൽ ഉണ്ടാവരുത്. കാരണം യൂണിറ്റുകളൊന്നും എവിടെ ഉണ്ടാകാൻ പാടില്ല, എമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് എമ്മിൽ എല്ലാ എലമെന്റ്സ് എന്തായിരിക്കണം, നോൺ യൂണിറ്റ്സ് ആയിരിക്കണം. ഇപ്പൊ എ ബൈ എസ് എന്ന് പറയുന്നത് എവിടെ എടുത്ത്, എ പിയിൽ എടുത്തു. അതിന്റെ എ ബൈ എസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ, എ ബൈ എസ് എസ് ബൈ ആണ്, അത് എവിടെ ഉണ്ടാവും, എ പിയിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താ എവിടെ ഉണ്ടാവും, സോറി, എ ബൈ എസ് ബി ഐ യൂണിറ്റ്. അതുകൊണ്ട് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എ ബൈ എസ് ഇൻവേഴ്സ് ഈക്വൽ ടു എസ് ബൈ എന്ന് പറഞ്ഞെടുത്താണ്. ആ യൂണിറ്റ് അവിടെ തന്നെ ഉണ്ടാവണം, എ പിയിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ എസ് ബൈ എവിടെ ഉണ്ടെന്ന് എഴുതിയത്, എ പിയിൽ ഉണ്ടെന്ന് എഴുതിയത്. എ പിയിലെ എലമെന്റ്സ് എൽ എലമെന്റ് ബൈ എസ് എലമെന്റ് ആ മോഡലിലാണ് എടുക്കുക. അതായത്
ബൈ എസിൽ എസിൽ എലമെന്റ്. ഇവിടുത്തെ എസ് എന്താ? അതായത് എ എന്ന് പറയുന്നത് എവിടെയുണ്ട്? എസിലുണ്ട്, പിയിലുണ്ട്. അതിനർത്ഥം എന്താ? എ എവിടെ ഇല്ല, പിയിലില്ല എന്നല്ല അർത്ഥം. അതായത് സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? പിയിലില്ല. എ ഡസ് നോട്ട് ബിലോങ്സ് ടു പി. കാരണം എ ബിലോങ്സ് ടു എ മൈനസ് പി ഉണ്ടാവില്ല, എ ഉണ്ടാവില്ല. അല്ല, പി എമ്മിൽ ഉണ്ടാവണമെങ്കിൽ ഏത് മോഡലിൽ എടുക്കണം? മോഡിഫൈ എലമെന്റ് പിയിൽ ഉണ്ടാവണം. അതുകൊണ്ട് എ ബേസ് എവിടെ ഉണ്ടാവില്ല? എമ്മിൽ ഉണ്ടാവില്ല. അപ്പൊ എം കണ്ടെയ്ൻസ് ഓൾറെഡി പ്രിസൈസ് നോൺ യൂണിറ്റ്. അപ്പൊ നമുക്കറിയാം, എല്ലാ നോൺ യൂണിറ്റ്സുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടൊരു ഐഡിയലാന്ന്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു യൂണിക് മാക്സിമൽ ഐഡിയയിലായിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു ലോക്കൽ റിംഗ് ആയിരിക്കും. അതുകൊണ്ട് എ പി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോക്കൽ റിംഗ് ആയിരിക്കും. എ പി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എസ് ഇൻവേഴ്സ് ആണ്. അതിൽ എ എന്ന് പറയുന്നത് എന്ത് എടുത്തു? എ മൈനസ് പി, സോറി, എസ് എന്ന് പറയുന്നത് എന്ത് യൂസ് ചെയ്ത്? എ മൈനസ് പി യൂസ് ചെയ്തതാണ് നമ്മൾ ഈ എ പി എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്തത്. എന്ത് അപ്പൊ എ പി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോക്കൽ റിംഗ് ആണ്. നമ്മൾ ലോക്കലൈസേഷൻ ഓഫ് പി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത്. അടുത്തേക്ക് കുറച്ച് പ്രോബ്ലംസ്, അതൊക്കെ നോക്കിയാൽ മതി. അടുത്ത മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻസ്. ഇവിടെ നമ്മൾ നേരത്തെ എസ് ഇൻവേഴ്സ് എ ആയിരുന്നു അല്ലെ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് റിംഗ്സ് ഓഫ് ഫ്രാക്ഷൻ ആയിരുന്നു. അതായത് മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്ക് വരെ ഏത്, അതായത് റിംഗ്സ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞപ്പോ ഒരു റിംഗും മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റും വേണമായിരുന്നു. ഇവിടെ എന്താ മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളും മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റും വേണം. അപ്പൊ എം എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ട്, എസ് എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റ് ഉണ്ട്. അങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഡിഫൈൻ ചെയ്യാം. എം എസ് കോൺഗ്രന്റ് എം ഡാഷ് എം ഡാഷ് എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? ലെഫ്റ്റ്. എങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ. അത് നമ്മൾ ലെഫ്റ്റിൽ എഴുതാറ്. അതുകൊണ്ടാണ് നമ്മൾ ടി ലെഫ്റ്റിൽ എഴുതിയിട്ട് ഈ ഒരു നമ്മ റിംഗിൽ ചെയ്തപ്പോ എം ഇൻറ്റു എസ് ഡാഷ് ആയിരുന്നു വന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ? എസ് ഇൻറ്റു എം ഡാഷ് മൈനസ് എസ് ഡാഷ് ഇൻറ്റു എം. നേരത്തെ അത് തിരിച്ചു ചെയ്ത് ആ ഒരു ഡെഫിനേഷനിൽ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നോക്കി കഴിഞ്ഞാൽ എന്താ? സെയിം തന്നെ. അപ്പൊ നേരത്തെ ചെയ്ത മൊഡ്യൂൾസ് റിംഗ്സ് ഓഫ് ഫ്രാക്ഷൻ എവിടെയും ചെയ്യാൻ പറ്റും നമുക്ക്. മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷനിലും ചെയ്യാം. അതൊന്നും അപ്പൊ സെയിം രീതിയിൽ തന്നെ ഇപ്പൊ യു ഫ്രം എം ടു എൻ ആണെങ്കിൽ നമ്മ അതൊരു മൊഡ്യൂൾ ഹോമോവോയിസ് ആണെങ്കിൽ നമുക്ക് എസ് ഇൻവേഴ്സ് യു ഫ്രം എസ് ഇൻവേഴ്സ് എം ടു എസ് ഇൻവേഴ്സ് എൻ നമുക്ക് അങ്ങനെ ഒരു മൊഡ്യൂൾ ഹോമോവോയിസും ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എസ് ഇൻവേഴ്സ് അവിടുത്തെ എലമെന്റ് എൻഡിൽ എലമെന്റ്, അത് എൻഡിൽ എലമെന്റ് ബൈ എസ്, അത് എസ് ഇൻവേഴ്സ് എന്നിൽ എടുക്കും. ഇത് ഒരു മൊഡ്യൂൾ ഹോമോവോയിസ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ ഹോമോവോയിസ് ആണ് പ്രൂവ് ചെയ്യാനുള്ള സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അത് നോക്കിയാൽ മതി. ഇനി ഇത് നമ്മൾ ഒരു പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അത് ടെൻസർ വെച്ച് ചെയ്യുന്നത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ? ഒരു എക്സാക്ട് സീക്വൻസ് ഉണ്ടെങ്കിൽ ഒരു എമ്മിനെ ടെൻസർ ചെയ്യുമ്പോഴും അതായത് എക്സാക്ട് സീക്വൻസ് അല്ല, ലാസ്റ്റ് ഒരു സീറോയും കൂടി വേണം. എന്നാ മാത്രമാണ് ലാസ്റ്റ് അതിനെ ഒരു എം വെച്ച് ടെൻസർ ചെയ്താലും അതും എക്സാക്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സീറോ ഇല്ലാന്ന് വിചാരിക്കുക. ഈ സീറോ ഇല്ലാണ്ടും എം വെച്ച് ടെൻസർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് ഇരിക്കുക? ഒരു എക്സാക്ട് സീക്വൻസ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എമ്മിനെ എ ഫ്ലാറ്റ് മൊഡ്യൂൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എക്സാക്ട് സീക്വൻസിന്റെ പ്രോപ്പർട്ടി. അതായത് ഇത് എക്സാക്ട് സീക്വൻസ് ആണെങ്കിൽ എന്താ? നമുക്കറിയാം ഇമേജ് എഫും കേണൽ ജി ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് കേണൽ ജി എന്ന് പറഞ്ഞ ഇമേജ് എഫ് ആയതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് പ്രൂഫ് ആയിരിക്കും വരെ. ഇതിന്റെ ഒന്നും നമുക്ക് ഒന്നുമില്ല, മുന്നിൽ പഠിച്ച കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ഫുള്ള് പ്രൂഫ് വരാം. ജസ്റ്റ് നോക്കിയാൽ മതി അത്. ഈ ചോദിക്കാറുണ്ട്
അതായത് 10 മാർക്കിന്റെ ഭാഗത്ത് ഇത് അധികം ചോദിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ടെൻസറിൽ വെച്ച് ചെയ്ത അതേ സാധനം തന്നെ. പക്ഷെ ഇവിടെ എന്ത്, അതായത് ഇവിടെ മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻ നമുക്ക് ജസ്റ്റ് ഡെഫിനേഷൻ അറിയണ ഒരാൾക്ക് ഇത് നമുക്ക് ഡയറക്റ്റ് പ്രൂവ് ഇല്ല. അത് സാധാ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനുള്ളൂ അതിൽ. ഇതിന് പറയുക ഒന്നായിട്ട് തന്നെ. ഓക്കെ, ഇതിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാൻ വേണമെങ്കിൽ, അതായത് MBN മൊഡ്യൂൾ തന്നെ ഇൻവേഴ്സ്. അതായത് നമുക്ക് M ഒരു A മൊഡ്യൂൾ ആണെങ്കിൽ S ഇൻവേഴ്സ് M എന്ത് മൊഡ്യൂൾ ആയിരിക്കും? S ഇൻവേഴ്സ് A മൊഡ്യൂൾ ആയിരിക്കും. കാരണം ഒരു റിങ് വേണമല്ലോ. ആ റിങ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഉണ്ടാക്കി വെച്ചാൽ S ഇൻവേഴ്സ് A ആണ് അവിടുത്തെ അസോസിയേറ്റഡ് റിങ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് S ഇൻവേഴ്സ് ടെൻസർ എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും? S ഇൻവേഴ്സ് എമ്മിനോട് ഐസോമോർഫിക്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ഇൻവേഴ്സ് എമ്മിനോട് ഐസോമോർഫിക് ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രം S ഇൻവേഴ്സ് ഐസോമോർഫിക് എന്ന് പറയുന്നത് മാത്രമല്ല, അവ തമ്മിൽ ഒരു യുണീക്ക് ഐസോമോർഫിസ് ഉണ്ടാവും. എങ്ങനെ? F(A)(S) ടെൻസർ ആയിരിക്കും AM(S). കാരണം AM(S) എന്ന് പറഞ്ഞാൽ S ഇൻവേഴ്സ് എമ്മിലെ എലമെന്റ് തന്നെയായിരിക്കും. അപ്പോൾ കൺസിഡർ ടെൻസർ പ്രോഡക്റ്റ് S ഇൻവേഴ്സ്. ടെൻസർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ ഒപ്പം യൂസ് ചെയ്യേണ്ടി വരും. അതായത് there exists a homomorphism G from S inverse A cross M. ഇത് ഡയറക്റ്റ് ടെൻസർ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ വായിച്ചു നോക്കിയാൽ മതി. അതാണ് എഴുതി വെച്ചത്. there exists a bilinear map G from S inverse A cross M to S inverse A tensor M. such that G of A by S M equal to A by S tensor M. അപ്പോൾ ഇതുപോലത്തെ ഒരു നമുക്ക് എന്ത് കിട്ടും? ഒരു ബൈലീനിയർ മാപ്പ് അല്ലെങ്കിൽ ഒരു ഹോമോമോർഫിസം കിട്ടും. വിത്ത് റെസ്പെക്ട് ടു വേരിയബിളും കിട്ടും. അതായത് കൺസിഡർ ദ എ ബൈലീനിയർ മാപ്പ് എഫ് ഡാഷ്. നമുക്ക് അറിയാം. പിന്നെ ഫോർ എവരി എ ബൈലീനിയർ മാപ്പ് എഫ് ഡാഷ് ആൻഡ് ഫോർ എവരി മൊഡ്യൂൾ പി എഫ് ഡാഷ് ഫ്രം ടു പി എന്ന് പറഞ്ഞിട്ട് സച്ചായിട്ട് എഫ് ഈക്വൽ ടു സച്ചായിട്ട് എഫ് ഡാഷ് ഈക്വൽ എഫ് കോമ്പസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷനിൽ പഠിക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ എഫ് ഡാഷ് ഇൻവേഴ്സ്. നമ്മൾ ഇങ്ങനെ ഒരു വെറുതെ ഒരു കിട്ടും. there exists a linear map F from S inverse M. ടെൻസർ പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള P ആണ് ഈ S ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? FD. ഇവിടം വരെ നമ്മൾ എന്തിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ്? അത് എവിടെ തുടങ്ങി? ഈ വി ഹാവ് തുടങ്ങിയിട്ട് ഈ തീരണ വരെ എവിടത്തെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ്? ഈ എഫ് ഡാഷ് ടെൻസർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് വരാൻ വരെ കിട്ടിയത്. A by M ടെൻസർ M എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? AM by S എന്നായിരിക്കും. A typical element of S inverse A tensor M is of the form. ഇത് നമ്മ എസ് ഇൻവേഴ്സയുടെ ഫോർമേഷന്റെ സമയത്ത്, എസ് ഇൻവേഴ്സയുടെ അല്ല, ടെൻസർ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ ഞാനത് വിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ യൂണീക്നെസ് എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരു 4 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 പോയിന്റ് നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വരും. ആ 4 പോയിന്റിന്റെ ഒരു ഭാഗമാണ് ഇത്. അതായത് ഈ ഫോമിലായിരിക്കും എന്ന് പറയുന്നത് ആ 4 പോയിന്റ് വെച്ചിട്ടാ. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? സിഗ്മ ഈ ടെൻസർ എം ഐ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒരു ടി എ വെച്ച് SI by S ടെൻസർ എം ഐ SI ടി നമ്മൾ ഒറ്റടിക്ക് S എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്. അതായത് S ഈക്വൽ ടു ഈ സൈഡിൽ ചൂസ് ചെയ്താൽ S എന്ന് പറയുന്നത് എങ്ങനെ യൂസ് ചെയ്തു? പ്രൊഡക്റ്റ് SI ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണ് TA എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൊഡക്റ്റിൽ ഒരു S എന്ന് പറഞ്ഞാൽ എന്നിട്ടാ പ്രൊഡക്റ്റ്, അതായത് S1 ഇൻറ്റു S2 ഇൻറ്റു S3 ഇൻറ്റു SN. TA എന്ന് പറഞ്ഞാലോ അതിന് 9th പൊസിഷനിലെ ആ S, അതായത് SI ഇല്ലേ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ നിന്ന് SIനെ മാത്രം ഡിവൈഡ് ചെയ്ത് കളയും, ബാക്കി എല്ലാ എലമെന്റ്സും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കിട്ടും. അതെങ്ങനെയാ? SITA എന്ന് പറഞ്ഞ് കിട്ടും. അടുത്തത് എന്താ? TIAA
ഇൻറ്റു വൺ ബൈ എസ്. അതായത് ആ എസ് ബൈ എസിന്റെ നമ്മൾ എങ്ങനെ മാറ്റിയത്? വൺ ബൈ എസ് ടെൻസർ എം ഐ എന്ന് പറഞ്ഞ എഴുതി ആ വൺ ബൈ എസ് പുറത്തേക്ക് എടുത്തിട്ട്, അതായത് സിഗ്മ ടി ഐ എ എം ഐ എന്ന് പറഞ്ഞ എഴുതി അത് വൺ ബൈ എസ് എവിടുത്തെ എം. കാരണം ഇത് എന്ന് പറഞ്ഞ നമുക്ക് എം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാം അതിനെ. അതായത് ആ സിഗ്മ ടി ഐ എ എം ഐ എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? വൺ ബൈ എസ് ടെൻസർ എം എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത്, അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടി? ഈ ഫംഗ്ഷൻ പക്ഷെ എസ് ഇൻവേഴ്സ് ടെൻസർ എമ്മിലെ എല്ലാം ഈ ഫോമിലല്ലേ വൺ ബൈ എസ് ടെൻസർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഏത് എലമെന്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. കാരണം ഇതിന്റെ പ്രീ ഇമേജ് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിന്റെ പ്രീ ഇമേജ് നമ്മ അപ്പൊ സർജറ്റീവ് ആന്ന് കിട്ടി. അടുത്ത് ഈ ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ എസ് ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കണം. അതായത് ഇവിടെ നമ്മൾ സാധാരണ ഇൻജക്റ്റീവ് ആണ് എഫ് ഓഫ് എക്സ് ഫീൽഡ് എഫ് ഓഫ് ഐ പ്ലസ് എക്സ് ഫീൽഡ് വൈ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ യൂസ് ചെയ്യണേ? അത് കേണലിൽ ഒരു എലമെന്റ് എടുത്ത് കഴിഞ്ഞാൽ അത് സീറോ, അതായത് കേണലിൽ സീറോ മാത്രമേ ഉള്ളൂ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ വൺ ബൈ എസ് ടെൻസർ എം കേണൽ എഫ് സീറോ ആയിരിക്കും. വൺ ഇൻറ്റു എം എസ് എഫ് എങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്? വൺ എം എസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ബൈ വൺ സീറോ വൺ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ടി എം. ഇനി വൺ ബൈ എസ് ടെൻസർ എം എങ്ങനെ എഴുതാം? ടി ഇൻറ്റു വൺ ബൈ ടി ഇൻറ്റു എസ് എന്ന് പറഞ്ഞ എഴുതാം. ടി മുകളിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ ടി ഇൻറ്റു വൺ ബൈ ടി എസ് ടെൻസർ എം എന്ന് പറഞ്ഞ എഴുതാം. വൺ ബൈ ടി എസ് ടെൻസർ എഴുതാം. ടെൻസർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി വെച്ച്. അതായത് വൺ ടി എം എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോ എന്ന് പറഞ്ഞെടുത്ത് കൊണ്ട് ഇതെന്താ ടെൻസർ, അതിൽ ഏത് എലമെന്റ് ടെൻസർ സീറോ എന്നല്ല എന്താ സീറോ ആണ്. അതുകൊണ്ട് കേണലിൽ ഏത് മാത്രമേ ഉള്ളൂ എന്ന് കിട്ടി? സീറോ എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് കിട്ടി. ഒരു എലമെന്റ് എടുത്തു എലമെന്റ് സീറോ എന്ന് കിട്ടി. അത് സീറോ അത് ഈ ഈ ഈ പ്രിപ്പോസിഷൻ പറയാൻ തന്നെ കാരണം ഈ കൊറോളറി പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കൊറോളറി എസ് ഇൻവേഴ്സ് ഈസ് എ ഫ്ലാറ്റ് മൊഡ്യൂൾ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഏത് എക്സാക്ട് സീക്വൻസ് എടുത്താലും നമുക്ക് എന്താന്ന് കാണിക്കണം? അതിന് എസ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആണെന്ന് കാണിക്കണം. അതായത് ഏത് എക്സാക്ട് സീക്വൻസ് എടുത്താലും അതിനെ എസ് ഇൻവേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ആണെന്ന് കാണിക്കണം. അത് ഈ തിയറത്തിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് തന്നെ. അതായത് ഈ പ്രൊപ്പോസിഷനും വേണം, ഈ തൊട്ട് മുന്നത്തെ ഇല്ല, ആ പ്രൊപ്പോസിഷൻ മാത്രം മതിയാവും അത് പ്രൂവ് ചെയ്യാനായിട്ട്. അല്ല, ഈ ഒരു ഭാഗം കൂടി ഉണ്ട്, ഒരു തേർഡ് പോർഷൻ. അതൊന്ന് നോക്കിയാൽ മതി. ആ കൊറോളറി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ചോദിച്ചു കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എസ് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് മൊഡ്യൂളാണ്. ഏതൊക്കെ സീക്വൻസിനെയും എസ് ഇൻവേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റ് സി എക്സാക്റ്റ് തന്നെ ആയിരിക്കുന്നു പ്രൂവ് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് അത് കുറച്ച്. അത് പറഞ്ഞാൽ ഈ ഫെം ആൻഡ് എൻ ആർ ഐ മൊഡ്യൂൾസ് ദർ എക്സിസ്റ്റ് യൂണിക് ഐസം ഓഫ് എസ് ഇൻവേഴ്സ് എം ടെൻസർ എസ് ഇൻവേഴ്സ് എൻ മൊഡ്യൂളാ. എസ് ഇൻവേഴ്സ് എയുടെ മൊഡ്യൂളാണ് അതും. എസ് ഇൻവേഴ്സ് അല്ലോ ആ ഐസോമോർഫിസം എസ് ഇൻവേഴ്സ് മൊഡ്യൂൾസ് ഈ രണ്ട് പറയുന്ന എം ടെൻസർ ആൻഡ് ഇൻപുട്ട്
primordial then m. ഇത് എന്താ നമ്മൾ isomorphic to m tensor np ഒക്കെ s inverse a ആയാൽ മതി. a minus p ആവണ ടൈമിൽ എന്താ പറയാ p എന്ന് പറയാ. p ആണെങ്കിലോ എന്താ എസ് സെമ്മില് കാണും. അതുപോലെ ആ പി വരുന്ന ടൈമിൽ നമ്മൾ എന്ത് പറയും, അതിനെ അല്ല പറയാ. കാരണം ഇവിടെ സിനിമേഴ്സ് ആ അപ്പൊ ആ എസ് എമ്മിന് വരുന്ന നമ്മൾ എന്ത് ചെയ്യും, എം പി എന്ന് എഴുതി. അതുപോലെ എസ് എ മൈനസ് പി ആയതുകൊണ്ട് എസ് ഇൻവേഴ്സ്. അതുപോലെ ഇവിടെയും ഇൻവേഴ്സ് അതുകൊണ്ട് എസ് ഇൻവേഴ്സ് എം ടെൻസർ എന്ന് പറഞ്ഞാൽ എന്ത്, എം ടെൻസർ ആൻഡ് പി എ. നമ്മ എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഈ മുകളിൽ എക്സാമിന് ഇത് മാത്രം പ്രൂവ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഈ മുകളിലത്തെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജനറൽ പ്രൂവ് അടിയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ടെൻസർ എസ് ഇൻവേഴ്സ് വി ഹാവ് ഒരു ബൈലിനിയർ മാപ്പ്. ഈ പോസിബിലിറ്റീസ് ആയിട്ട് ആ ബൈലിനിയർ ഇതാണ് ഈ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ബൈലിനിയർ മാപ്പ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു യുണീക്ക് ബൈലിനിയർ ലീനിയർ മാപ്പ് ഉണ്ടാവും എഫ് ഡാഷ് ഫ്രം ടി ടു പി സച്ച് ആയിട്ട് എഫ് ഡാഷ് എഫ് കോമ്പോസിഷൻ ജി. നമുക്ക് ഇത്രയും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടയർ എന്താ ഇതിന്റെ ഡെഫിനേഷനാ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ടെൻസറിന്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മ രണ്ട് ടെൻസർ പറ്റില്ല. തന്നെ ഒരു ബൈലീനിയർ മാപ്പ് ഉണ്ട്. ഫോർ എവരി ലീനിയർ മാപ്പ് ഒരു എഫ് ടു പി there exists a m cross n to p such that f dash equal to f composition നമുക്ക് കിട്ടും. ആ ഇവിടെ എല്ലാം അവിടെ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കാണിക്കണേ, റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും എലമെന്റ് എം ടെൻസർ n ബൈലും അതിന് ഒരു ഇൻവേഴ്സ് അങ്ങനെയാണ് ബൈ എസ് ടെൻസർ n ബൈ കാണിക്കുക. അത് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണ്ടേ, എം ബൈ എസ് ടെൻസർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ കിട്ടുന്ന കാണിച്ചാൽ മതി. എന്താന്ന് കിട്ടി, എം ടെൻസർ n ബൈ എസ് ആണ് കിട്ടി. അപ്പൊ സർജറ്റീവ് എഫ് ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കാനാ. എഫ് ഇതിട്ടില്ല ായിട്ട് അതിന്റെ കേണലിന്റെ സീറോ മാത്രമേ നമുക്ക് കേണലിൽ വരെ സ്വന്തമായിട്ടൊന്ന് എഴുതി വയ്ക്കാൻ മതി. കേണലിലൊരു എലമെന്റ് എടുക്കുക. കേണലിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് എടുക്കുക, ഇത് എഫിന്റെ കേണലിലെ ഏത് മോഡൽ എടുക്കുക, എം ബൈ എസ് ടെൻസ് എൻ ബൈ എസ് മോഡലായിരിക്കും എടുക്കുക. അപ്പൊ എഫ് ഓഫ് എൻ ബൈ എസ് ടെൻസർ എൻ ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീറോ ബൈ എസ് ആയിരിക്കും. അതായത് സീറോ ടെൻസർ എന്നോ അങ്ങനെ സീറോ ടെൻസർ എമ്മോ ബൈ എസ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് കാണിച്ചാൽ മതി, ആ ഇപ്പുറത്ത് കിടക്കുന്നത് സീറോ എന്ന് കാണിച്ചാൽ മതി. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടായിരിക്കും ഇവിടെ എഫ് ഇസ് ഡയറക്റ്റ് എഴുതി വെച്ചത്. അപ്പൊ നമുക്ക് എന്താന്ന് കിട്ടി, എസ് ഇൻവേഴ്സ് എമ്മും എസ് ഇൻവേഴ്സ് ഐസോമോർഫിക് ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ടെൻസർ എന്നാന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നോക്കിയാൽ മതി. ഇത് ആ പ്രിപ്പോസിഷൻ നമ്മൾ ഡയറക്റ്റ് എഴുതി വെച്ചാൽ എന്താ, കാരണം ഈ പ്രിപ്പോസിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും. ഒരു ലോങ് പ്രിപ്പോസിഷൻ ആയി 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഒരു പ്രോപ്പർട്ടീനെ ലോക്കൽ പ്രോപ്പർട്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ബീങ് നൊത്തേറിയൻ അല്ലെങ്കിൽ അത് നിങ്ങൾ തേർഡ് മൊഡ്യൂളിലുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഒരു പ്രോപ്പർട്ടീനെ ലോക്കൽ പ്രോപ്പർട്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്തൊരു പ്രോപ്പർട്ടി പറയാ, ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അതായത് എ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ പി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. എ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ എ പി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അതുകൊണ്ട് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ലോക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് എക്ക് എപ്പോഴൊക്കെ ആ പ്രോപ്പർട്ടി ഉണ്ടോ അപ്പോഴേക്കും എ പിക്ക് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീനെ പറയുന്നതാണ് എന്ത്? ലോക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കുറച്ച് ലോക്കൽ പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ബീങ് സീറോ ഈസ് എ ലോക്കൽ പ്രോപ്പർട്ടി. അതായത് എം ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ലോക്കൽ പ്രോപ്പർട്ടി ആണ്. സോറി, ഇതല്ല. ഇതാ പ്രോപ്പർട്ടീസിന്റെ നമ്മൾ എക്സാമ്പിൾ ഒന്നും എഴുതിയിട്ടില്ല. അതിന് വരെ എക്സാമ്പിൾ വരും ഇതില്. പ്രിപ്പോസിഷൻ 3.8 ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എം മൊഡ്യൂൾ ദെൻ ദ ഫോളോയിങ് ആർ ഇക്വലന്റ്. M equal to 0, MP equal to 0 for all prime elements of A, MM equal to 0 for all maximum ideals of A. ഓക്കെ, ഇതൊരു ലോക്കൽ പ്രോപ്പർട്ടി ആണ്. അതായത് പക്ഷെ അതിന് നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വേണ്ട. അതായത് എം ഈക്വൽ ടു സീറോ ആണെങ്കിൽ എം പി ഈക്വൽ ടു സീറോ. അതായത് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ഒരു ലോക്കൽ പ്രോപ്പർട്ടി ആണ്. അതായത് എം സീറോ ആണെങ്കിൽ എം പി സീറോ. അതുകൊണ്ട് സീറോ ബീങ് ഈക്വൽ ടു സീറോ ഈസ് എ ലോക്കൽ പ്രോപ്പർട്ടി. അതിന് താഴത്തെ ആവശ്യമില്ല. ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കിയാൽ മതി. ഡയറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമുള്ളൂ. നോക്കിയാൽ മതി. ഇതും ലോക്കൽ പ്രോപ്പർട്ടീസിന്റെ തന്നെ എക്സാമ്പിളാ. ഇൻജക്റ്റീവ് ഈസ് എ ലോക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫൈവ് ഫ്രം എം ടു എൻ ഇൻജക്റ്റീവ് ആണെങ്കിൽ 5 ഫ്രം എം പി ടു എൻ പി എന്തായിരിക്കും? ഇൻജക്റ്റീവ് ആയിരിക്കും. അതുപോലെ 5M ഫ്രം എം എം ടു എൻ എം. ഇതിലെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്തായാലും ചോദിക്കും. എന്തായാലും എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ 3.8 3.9 3.10 ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. കാരണം ഇത് ലോക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലോക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എക്സാമ്പിൾ ചോദിക്കാം. ഏതാ? ബീങ് ഈക്വൽ ടു സീറോ ലോക്കൽ പ്രോപ്പർട്ടി ആണ്. പിന്നെ 5 ഈസ് ഇൻജക്റ്റീവ് ഇഫ് 5p ഈസ് ഇൻജക്റ്റീവ്. അതായത് ഇൻജക്റ്റീവ്നെസ് ഈസ് എ ലോക്കൽ പ്രോപ്പർട്ടി ആണ്. അടുത്ത് ഫ്ലാറ്റ് എ മൊഡ്യൂൾ എന്ന് പറയുന്നതും ഒരു ലോക്കൽ പ്രോപ്പർട്ടി ആണ്. ഈ ഫ്ലാറ്റ് എ മൊഡ്യൂൾ ഈസ് എ ലോക്കൽ പ്രോപ്പർട്ടി നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് ചെയ്യുന്ന കിട്ടും. അത് ജസ്റ്റ് നമ്മൾ മുന്നേ പഠിച്ചാണ് ആ എക്സാക്ട്നെസിന്റെ പ്രൂഫുകൾ ഡയറക്റ്റ് യൂസ് ചെയ്യാനുള്ളൂ. ഇതിൽ വേറെ ഒന്നും യൂസ് ചെയ്യണ്ട. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്നോട്.